ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സർക്കാർ പുനരധിവാസ കേന്ദ്രത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 2 കുട്ടികൾ മരിച്ചു. 2 കുട്ടികളുടെ നില ഗുരുതരം. 20-ലധികം കുട്ടികൾക്കാണ് വിഷബാധയേറ്റത്. ലക്നൌ ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ബെനീഷ ബാബു ചേരുന്നു. ബെനീഷ, എന്താണ് അവിടെ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത്? എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കുട്ടികളെ താമസിപ്പിക്കുന്ന സർക്കാർ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 കുട്ടികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 കുട്ടികളുടെ നില ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളും ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ആശുപത്രിയിൽ 20-ലധികം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇതിൽ മറ്റു കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഛർദ്ദി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചതോടെയാണ് കുട്ടികളെ സമീപത്തെ ലോക്ബന്ധു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കുട്ടികളിൽ നിർജ്ജലീകരണം ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പുനരധിവാസ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തുകയും സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി കുട്ടികളെ കണ്ട് മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഇതിനകം തന്നെ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് ലക്നൌ ജില്ലാ മജിസ്ട്രേറ്റ്. ലക്ഷ്മിപ്രിയ. ബെനീഷ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.